ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. കുറച്ചു നേരം മൗനം ദീക്ഷിച്ച ശേഷം ഉറച്ച ശബ്ദത്തിൽ ഉപദേശരൂപേണ അമ്മ പറയുകയാണ്: ലോകങ്ങളെ കാണുവാനും ധാമങ്ങളെ പ്രാപിക്കുവാനുമല്ല മോഹിക്കേണ്ടത്, ആത്മാവിനെ സാക്ഷാത്കരിക്കുവാനാണ്. ആത്മാനുഭവത്തെക്കാൾ കവിഞ്ഞ ഒരു സത്യവുമില്ല, അതുതന്നെ ബ്രഹ്മാനുഭവം. ഈ പറഞ്ഞ വാക്കുകൾ താരാദേവിയുടേതോ പരമഗുരു രമാമാതാവിൻ്റെതോ വായനക്കാർ ഊഹിക്കുക. ദൈവത്തിനും ഭക്തജനങ്ങൾക്കും ഒരുപോലെ പ്രിയങ്കരിയായ താരാദേവി അങ്ങനെ 2.5 വർഷക്കാലം ഗുരുമാതാവിൻ്റെ പുനരവതാരമായി വർത്തിച്ചുകൊണ്ട്, ശിഷ്യധർമ്മത്തിൻ്റെ പ്രതിരൂപമായി വിളങ്ങിക്കൊണ്ട്, ഒടുവിൽ സർവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് അമ്മ എന്ന് നാം വിളിക്കുന്ന ആ പരമ ചൈതന്യത്തിൽ വിലയം കൊണ്ടു. ഡൊങ്കർകേരിയിലെ ഒരു ഭജന രംഗം ഓർമ്മയിലേക്ക് തള്ളി വരുന്നു. മംഗലാപുരത്ത് രഥവീഥിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഡൊങ്കർകേരി. അവിടെ അമ്മയുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ പത്മനാഭ ഷേണായിയും ഭാര്യയും അവരുടെ പുത്രൻ വിശ്വനാഥ ഷേണായിയും ഭാര്യ പ്രേമ ഷേണായിയും 4 മക്കളും താമസിച്ചു വന്ന ഒരു ഇരുനില കെട്ടിടമുണ്ട്. പരമഗുരു രമാദേവി മാതാവിൻ്റെ അനന്തരാവകാശിയായി ഗുരുപദം അലങ്കരിച്ചിരുന്ന താരാദേവിയുടെ പിതാവാണ് പത്മനാഭ ഷേണായി. ഞായറാഴ്ച തോറും വൈകുന്നേരം അമ്മയുടെ ഭജനകൾക്കും ദിവ്യലീലകൾക്കും പ്രവചനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു പുണ്യഗൃഹമാണ് ആ വീട്. ഇന്നും ഭക്തിഭാവത്തോടെ കാതോർത്താൽ അമ്മയുടെ ദിവ്യധ്വനിയുടെ തരംഗങ്ങൾ കേൾക്കാൻ കഴിഞ്ഞേക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ അവതാര രഹസ്യത്തെ മനസ്സിലാക്കുവാൻ എന്നെ സഹായിച്ച ആ ഭവനത്തോട് എനിക്ക് വൈകാരികമായൊരു ബന്ധവും കടപ്പാടുമുണ്ട്. വർഷങ്ങൾ 40 കഴിഞ്ഞു പോയല്ലോ. ഇന്ന് അവിടെ ആരെല്ലാം താമസിക്കുന്നു എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും ആ ഗൃഹാന്തരീക്ഷം ആത്മീയതയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് ഇന്നും എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു പ്രകാശിക്കുന്നു. മംഗലാപുരം മണ്ഡലിയുടെ എല്ലാ പരിപാടികളും അവിടുത്തെ മുകളിലെ ഹാളിലാണ് നടക്കുക. എപ്പോഴും പ്രസന്നവദനയായി കാണപ്പെടുന്ന ഒരു സാധ്വിമണിയാണ് പ്രേമക്ക. അമ്മയിൽ അവർക്കെല്ലാമുള്ള ഭക്തി കണ്ട് ഞാൻ അസൂയപ്പെട്ടിട്ടുണ്ട്. അവരുടെ 4 മക്കളും മണ്ഡലി കാര്യത്തിൽ അമ്മയെ സഹായിക്കുന്നു. ഭജനയിലും മറ്റു പരിപാടികളിലും പങ്കെടുക്കുവാൻ പ്രേമക്കയുടെ ഇളയ സഹോദരി താരക്കയും അവരുടെ ഭർത്താവായ രാമചന്ദ്ര ഷേണായിയുടെ അനുജന്മാരുടെ പത്നിമാരും എല്ലാവരും ആ ഹാളിൽ വന്നു ചേരും. ശുഭ്രവസ്ത്രധാരിണികളായ അവരെല്ലാവരും കണ്ണുകളടച്ച ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നത് കേൾക്കുമ്പോൾ ദേവലോക സുന്ദരികൾ ദേവിയുടെ അവതാര ലീലകളിൽ പങ്കെടുക്കുവാൻ ഈ ഭൂതലത്തിലേക്ക് ഇറങ്ങി വന്നതോ എന്ന് തോന്നിപ്പോകും. ശ്രുതിമധുരമായി താളബദ്ധമായി ആലപിക്കപ്പെടുന്ന ഭജനയ്ക്ക് ശ്രോതാക്കളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതും മനസ്സിനെ ഈശ്വര സ്മരണയിൽ ലയിപ്പിക്കുന്നതുമായ ഒരു അദ്ഭുത ശക്തിയുണ്ടായിരുന്നു. തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ അമ്മയുടെ മേൽനോട്ടത്തിലും ശിക്ഷണത്തിലും വികസിപ്പിച്ചെടുത്ത ഒരു ഭജന സമ്പ്രദായമായിരുന്നു അത്. ഹാർമോണിയവും തബലയും താളവും മാത്രം ഉപകരണങ്ങൾ. എന്നാൽ എന്ത്, ഉപകരണ ബാഹുല്യത്തോടെ നടത്തപ്പെടുന്ന ഗാനമേളകളേക്കാൾ മനുഷ്യ മനസ്സിനെ ആത്മീയതയുടെ മേഖലയിലേക്ക് ഉയർത്തുവാനുള്ള ഒരു വശ്യശക്തി അമ്മയുടെ ഭജനകൾക്കുണ്ടായിരുന്നു. അന്നൊരു ഞായറാഴ്ച സമയം 4:30 മണിയായി. ഭജന ആരംഭിക്കുന്നത് 4:30 മണിക്കാണ്. ഞാൻ 4 മണിക്ക് തന്നെ അമ്മയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്നിരുന്നു. ഹാൾ മുഴുവൻ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. കോണിപ്പടികളിലും ആളുകളിരിക്കുന്നു. ഞാൻ താഴെ വരാന്തയിൽ കാത്തുനിന്നു. അമ്മ വരട്ടെ, അതിനുശേഷം മുകളിലേക്ക് പോകാം. അമ്മയുടെ പ്രവചനങ്ങൾ എഴുതിയെടുക്കുക, സന്ദർഭം വരുമ്പോൾ അമ്മയെക്കുറിച്ച് സംസാരിക്കുക എന്നീ ജോലികൾ എൻ്റേതായിരുന്നു. അത് എൻ്റെ ഒരു കർത്തവ്യം തന്നെയായി മാറിയിരുന്നു. ഇക്കാരണത്താൽ ഹാളിൽ എൻ്റെ സീറ്റ് ആരും കയ്യേറുകയില്ല.
അങ്ങനെ അമ്മ വരുന്നതും കാത്തുനിന്ന ഒരു സംഘം ഭക്തന്മാരുടെ ഇടയിൽ ഞാനും സ്ഥലം പിടിച്ചു. 4:30 മണി കഴിഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ അമ്മയുടെ കാർ എത്തി. അനുജൻ ബാലകൃഷ്ണ ഷേണായിയാണ് ഓടിച്ചിരുന്നത്. ആ ചെറിയ മനോഹരമായ ഫിയറ്റ് കാറിൽ നിന്നും തൂവെള്ള സാരി അണിഞ്ഞ് അമ്മ ഇറങ്ങുന്നത് കണ്ടപ്പോൾ എന്തൊരു ഭംഗി! ഞങ്ങളെല്ലാവരും പ്രണമിച്ചു. മന്ദഹാസം പൊഴിച്ചുകൊണ്ട് അമ്മ അകത്തളത്തിലേക്ക് പോയി. തൻ്റെ ജ്യേഷ്ഠൻ്റെ പത്നി അമ്മയെ സ്വീകരിക്കുവാനും ആദരിക്കുവാനും കാത്തു നിൽക്കുന്നു. അതവരുടെ ഒരവകാശമാണ്. ആ അവകാശത്തിൽ ആരും കൈകടത്തുകയില്ല. പുത്രഭാര്യയായ പ്രേമ പോലും. അവരുടെ ആതിഥ്യം സ്വീകരിച്ച് അമ്മ മുകളിലേക്ക് പോയി. ഭജന നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അമ്മ സോഫയിലിരുന്നു. വേനൽക്കാലത്തിൻ്റെ ചൂട് അമ്മയോ ഭക്തജനങ്ങളോ അറിയുന്നില്ല. ഹാളിൽ ഒരു ഫാൻ പോലുമില്ല. അമ്മ വിയർത്തൊലിക്കുന്നു. തൂവാല കൊണ്ട് മുഖവും കൈകളും കഴുത്തും തുടച്ച് അമ്മ കണ്ണടച്ചുകൊണ്ട് ഭഗവത് സ്തുതികൾ ആരംഭിച്ചു. ഒരു ഉപാസകന്റെ ധ്യാന ശ്ലോകം പോലെയായിരുന്നു അമ്മയ്ക്ക് ആ കൃഷ്ണസ്തുതി. കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണി. സ്തുതിയുടെ ആദ്യത്തെ വരി ആലപിക്കുമ്പോൾ തന്നെ മുഖകമലത്തിൽ ഒരു പ്രകാശം പരക്കും. നയനങ്ങൾ ഊർധ്വങ്ങളാകും. ഭാവത്തിൻ്റെ ആവിർഭാവ ലക്ഷണം. ഭഗവാന്റെ രൂപസൗന്ദര്യം ഭക്തജനങ്ങൾക്ക് പോലും ആസ്വദിക്കാൻ കഴിയുമാറ് അമ്മ ആ സ്തുതിയിൽ കൂടെ വർണ്ണിക്കുന്നത് കേൾക്കുമ്പോൾ അവാച്യമായ ഒരനുഭൂതിയിൽ എല്ലാവരും പങ്കുചേരും. അന്തരീക്ഷം മുഴുവൻ പ്രേമത്തിൻ്റെ സ്പന്ദനം. നിമിഷങ്ങൾക്കുള്ളിൽ അമ്മയുടെ മനസ്സ് സമാധിയിൽ ലയിച്ചു. ശരീരം നിശ്ചലമായി. താളങ്ങൾ താഴെ വീണു. മുരളീധര ഭാവത്തിൽ അമ്മ നൃത്തം ചവിട്ടുവാൻ തുടങ്ങി. കൈകളിൽ ഓടക്കുഴൽ. അതിൽ നിന്ന് ഗോപി ഹൃദയഹാരിയായ ദിവ്യനാദം നിർഗളിക്കുന്നുവോ? ദൃശ്യത്തെക്കാൾ സ്പഷ്ടത ആവിഷ്കരിക്കുന്ന അദൃശ്യമുരളി. നാദത്തേക്കാൾ വ്യക്തത പകരുന്ന നിശബ്ദത. വേദാന്തികൾക്ക് പ്രപഞ്ചം മിഥ്യയാണ്. ഇവിടെ ഭഗവാന്റെ പ്രപഞ്ചം മിഥ്യയല്ല, വൃന്ദാവനമാണ്. വൃന്ദാവനത്തെ കാണുവാനും അനുഭവിക്കുവാനും ഗോപി ഹൃദയമാണ് വേണ്ടത്. ഗോപി ഹൃദയം അലൗകിക ധാമമാണ്. അവിടെ നിത്യ നർത്തകനാണ് നന്ദകിശോരനായി വന്ന സച്ചിദാനന്ദം. മന്ദഹാസം പൊഴിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ മുഖത്തിൽ അതാ ഒരു ഭാവമാറ്റം. അവിടെ ആനന്ദലഹരിയുടെ സ്ഥാനത്ത് വിരഹത്തിൻ്റെ ഹൃദയ നൊമ്പരം. ശാന്തിയും നിർവൃതിയും കൈവിടാതെ ശോകത്തിൻ്റെ ഉദാത്ത ഭാവം മാത്രം വെളിപ്പെടുത്തുന്ന മറ്റൊരു മുരളീധര ഭാവം. സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഗോകുലത്തിൽ വിജയിച്ചരുളിയ ഗോലോകനാഥൻ്റെ ആത്മസന്ദേശം. വിരഹഗീതയിൽ കൂടെ ഉദ്ബുദ്ധരാക്കപ്പെട്ട വ്രജഗോപികളുടെ ഹൃദയം അതാ അവിടെ പ്രതിഫലിക്കുന്നു. ആരുടെ സാന്നിധ്യമാണ് ഇപ്പോൾ അവിടെ അനുഗ്രഹവൃഷ്ടി ചൊരിയുന്നത്? ഈ ഉദാത്ത ശോകത്തിൻ്റെ ഉറവിടം എവിടെ? വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പരാമർശിച്ച മനുഷ്യ സ്നേഹത്തിൽ നിന്നും ഉദയം കൊണ്ട ഏതോ ശാന്തഗംഭീര ദുഃഖമാണോ? അഥവാ ജീവരാശിയിൽ വാത്സല്യ പ്രേമം ചൊരിയുന്ന വിശ്വമാതൃ ഹൃദയത്തിൻ്റെ ദുഃഖമാണോ? അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേമഭാജനമായ രാധാറാണിയുടെ കൃഷ്ണവിരഹമാണോ? ഞാൻ നിർനിമേഷനായി അമ്മയെ തന്നെ നോക്കി നിന്നു. എന്നെപ്പോലെ എല്ലാ ഭക്തജനങ്ങളും അങ്ങനെ വീക്ഷിച്ചു നിൽക്കവേ അമ്മയുടെ ഭാവം അതാ വീണ്ടും മാറുന്നു. ഇപ്പോൾ വശ്യസുന്ദരമായ ഒരു പുഞ്ചിരി അധരങ്ങളിൽ തത്തിക്കളിക്കുന്നു. കൃഷ്ണഭാവമാണെന്ന് എളുപ്പത്തിൽ ഊഹിക്കാം. കുസൃതിയും ഓമനത്വവും കരുണയും ഗാംഭീര്യവും പ്രേമവും എല്ലാം ഒത്തുകൂടുന്ന ശ്രീകൃഷ്ണ ഭാവം ഏതൊരു കഠോര ഹൃദയനെയും
ആർദ്രചിത്തനാക്കി മാറ്റും. രാധയിൽ നിസ്സംഗതയും വിരക്തിയും അന്തർമുഖത്വവും ശോകമൂഖമായ പ്രേമവും സമ്മേളിക്കുന്നു. രാധയും കൃഷ്ണനും അങ്ങനെ ഒരുമിച്ച് സമ്മേളിക്കുന്ന ആ ഭാവവൈശിഷ്ട്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടും പ്രതിഫലിപ്പിച്ചുകൊണ്ടും വിളങ്ങുന്ന അമ്മയുടെ ആ ദിവ്യ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം ആർക്കാണ് വിവരിക്കുവാൻ കഴിയുക? ഭാവത്തിനനുസരിച്ച് സ്തുതിഗീതങ്ങൾ പാടുന്ന ഭക്തസമൂഹത്തിന് പോലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ആ സന്നിധാനം പരമാത്മാവ് എത്ര വിദൂരസ്ഥനാണെന്നും അതേസമയം എത്ര അടുത്താണെന്നും സൂചിപ്പിക്കുന്നു. അന്ന് രാത്രി തന്നെ ഈ ഭാവങ്ങളെയും ഭാവമാറ്റത്തെയും കുറിച്ച് അമ്മയോട് ചോദിച്ചറിയുവാനുള്ള ഒരവസരം എനിക്ക് കിട്ടി. അമ്മയുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിലും അമ്മ വിളിക്കാതെ ഞാൻ അമ്മയുടെ സന്നിധിയിലേക്ക് പോകാറില്ല. ഇനി അമ്മയുടെ സന്നിധിയിൽ ഇരുന്നാൽ പോലും അമ്മയുടെ ഭാവം നോക്കി മാത്രമേ എന്തെങ്കിലും ചോദിക്കാൻ ഞാൻ ധൈര്യപ്പെടുകയുള്ളൂ. രാത്രി ഭക്ഷണം കഴിഞ്ഞ് പുറത്തെ വരാന്തയിലേക്ക് വന്നപ്പോൾ അമ്മ അതാ ഭഗവാന്റെ സമീപത്തായിരിക്കുന്നു. സൗലഭ്യതയെ സൂചിപ്പിക്കുന്ന അമ്മയുടെ പുഞ്ചിരി എനിക്ക് ധൈര്യം പകർന്നു തന്നു. ഭഗവാൻ വിശ്രമിക്കുകയായിരുന്നു. അമ്മ ഭഗവാനെ ഒന്ന് നോക്കി. ഉറങ്ങിയിരിക്കുമോ എന്നായിരിക്കാം അമ്മ നോക്കിയത്. ഭഗവാൻ കണ്ണു തുറന്നു കിടക്കുകയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അമ്മ എന്നോട് നിലത്തിരിക്കുവാൻ ആംഗ്യം കാണിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഭജനം? അമ്മ ചോദിച്ചു. ദിവ്യത മുറ്റി നിന്ന ആ അന്തരീക്ഷം വിവരിക്കുവാൻ എനിക്ക് സാധ്യമല്ല അമ്മേ, ഞാൻ പറഞ്ഞു. കാലദേശ പരിസരങ്ങളെ മറന്ന് ഞങ്ങൾ സ്തബ്ധരായി ഇരുന്നു പോയി. സമാധിസ്ഥരായ മുനികളെ പോലെ അല്ലേ? അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏതാണ്ട് അങ്ങനെ തന്നെ അമ്മേ. അമ്മ നൽകിയ സ്വാതന്ത്ര്യം തികച്ചും വിനിയോഗിച്ചുകൊണ്ട് ഞാനും പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ധാമമായ വൃന്ദാവനത്തിൽ ഭഗവത് സന്നിധിയിൽ ആനന്ദത്തിലും ആശ്ചര്യത്തിലും മുഴുകിക്കൊണ്ട് ഇരുന്നു പോയി എന്ന് തന്നെ പറയാം. അമ്മ ഹാൾ വിട്ടുപോയ ശേഷം മാത്രമാണ് ഞാൻ മംഗലാപുരത്തെ പ്രാർത്ഥനാ ഹാളിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തിലേക്ക് വന്നത്. എന്തായിരുന്നു ഇന്ന് അമ്മയുടെ ഭാവം? ഞാൻ കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയെപ്പോലെ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. നീ തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണധാമത്തിൽ ആനന്ദമഗ്നനായാണ് നീ ഇരിക്കുന്നതെന്ന്. അതിൽ തന്നെ ഉണ്ടല്ലോ നിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരം. അമ്മ സൂചിപ്പിക്കുന്നത് ശ്രീകൃഷ്ണ ഭാവത്തെയാണല്ലോ, ഞാൻ പറഞ്ഞു. എന്നാൽ അവിടെയും എനിക്ക് മനസ്സിലാക്കാൻ വിഷമം തോന്നുന്നു. അമ്മയുടെ ശ്രീകൃഷ്ണ ഭാവം സുവ്യക്തമാണ്. ഓടക്കുഴലൂതിക്കൊണ്ട് ത്രിഭംഗിയായി നിൽക്കുന്ന ശ്രീകൃഷ്ണ രൂപത്തെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? എന്നാൽ അമ്മയുടെ മുഖഭാവത്തിൽ കാര്യമായ ഒരു മാറ്റം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് മാറ്റമാണ് നീ ശ്രദ്ധിച്ചത്? അമ്മയുടെ ചോദ്യം. മുഖത്തിൽ നിന്ന് പുഞ്ചിരി മാഞ്ഞു മറഞ്ഞു. അവിടെ ഒരു വിഷാദഛായ, ദൃഷ്ടി തികച്ചും അന്തർമുഖം. ആകപ്പാടെ ഭഗവാന്റെ പുരുഷഭാവം തന്നെ മാറി അവിടെ ഒരു സ്ത്രൈണഭാവം വന്ന പോലെ തോന്നി. ഞാൻ വിവരിച്ചു. ഓ, എന്നാൽ രാധാഭാവമായിരിക്കണം, സംശയമില്ല. നിനക്കത് മനസ്സിലായില്ല എന്ന് മാത്രം. അമ്മ പുഞ്ചിരി തൂകി. രാധയാണെങ്കിൽ മുരളി എങ്ങനെ ഉണ്ടാകും? ഭാവത്തിൽ മാറ്റം വന്നാലും മുരളി ധരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് അമ്മ കാണപ്പെട്ടത്. എൻ്റെ സംശയം ഞാൻ ഉന്നയിച്ചു. എന്നാൽ മനസ്സിലാക്കൂ, അമ്മ പറഞ്ഞു. രാധയും കൃഷ്ണനും രണ്ടല്ല, ഒന്നാണ്. രാധാകൃഷ്ണന്മാരെ വേർതിരിച്ച് രണ്ടായി കാണുന്നത് ശരിയല്ല. കാരണം ഒരേ സത്യത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് അവർ. സത്യത്തിൽ ഒരേ അഖണ്ഡ ചൈതന്യമാണെങ്കിലും ഈ ഭൂതലത്തിൽ അവതരിച്ചപ്പോൾ നരലീലയ്ക്കായി അവർക്ക് രണ്ടായി പിരിഞ്ഞിരിക്കേണ്ടി വന്നു. പ്രേമസ്വരൂപവും ജ്ഞാനസ്വരൂപവുമാണ് കൃഷ്ണൻ. രാധയിൽ പ്രേമവും വിരഹവും സംയോജിക്കുന്നു. പ്രേമം രണ്ടുപേരുടെയും സാമാന്യ സ്വരൂപം, എന്നാൽ വിരഹം രാധയ്ക്ക് മാത്രം. പ്രേമത്തിൽ കൂടെയും കൃഷ്ണനിൽ കേന്ദ്രീകരിച്ച ചിത്ത ഏകാഗ്രതയിൽ കൂടെയും രാധ കൃഷ്ണനായി മാറുന്നു. രാധയുടെ ശ്രീകൃഷ്ണ ഭാവമാണ് നീ അമ്മയിൽ കണ്ടത്. എന്താണോ മനസ്സ് തീവ്രതയോടെ ഏകാഗ്രതയോടെ നിരന്തരമായി ചിന്തിക്കുന്നത്
ആ വസ്തു തന്നെയായി ഭവിക്കുന്നു മനസ്സ്. ഇതാണ് നിയമം. കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ രാധ സമാഗമത്തിൻ്റെ ഏകത്വാനുഭൂതിയുടെ ആനന്ദം അനുഭവിക്കുന്നു. കൃഷ്ണനിൽ നിന്ന് വേർപെട്ടാൽ വേർപാടിൻ്റെ ഹൃദയ നൊമ്പരത്തോടെ രാധ എപ്പോഴും കൃഷ്ണനെ തന്നെ അനുസന്ധാനം ചെയ്യുന്നു. വിരഹ നൊമ്പരവും പ്രേമമെന്ന അദ്ഭുത ശക്തിയുടെ മറ്റൊരു രൂപം തന്നെ. രാധാഭാവം എന്ന് പറയപ്പെടുന്നത് രാധാവിരഹം തന്നെയാണ്. അതായത് രാധയുടെ കൃഷ്ണവിരഹം. ഈശ്വര പ്രേമത്തിൽ ആമഗ്നമായ ഒരു ചിത്തത്തിന് സംഭവിക്കുന്ന വിശുദ്ധിയുടെ പാരമ്യം, അതാണ് രാധാഭാവം സൂചിപ്പിക്കുന്നത്. വിരഹിണിയായ രാധ പവിത്രതയുടെ തീർത്ഥമാണ്. സാധാരണ ജീവാത്മാക്കൾക്ക് രാധാഭാവം അനുഭവിക്കുക സാധ്യമല്ല. അത്യപൂർവം ചില വിശിഷ്ടാത്മാക്കൾക്ക് ഗൗരാംഗ മഹാപ്രഭുവിനെ പോലെയുള്ള അവതാര പുരുഷന്മാർക്ക് മാത്രമേ രാധാഭാവം ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ. ഇതര ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം രാധയുടെ കൃഷ്ണപ്രേമ സാഗരത്തിലെ ഒരു ബിന്ദു ഹൃദയത്തിൽ പ്രവേശിച്ചാൽ ആ നിമിഷം അവർ ശരീരത്തെയും പ്രപഞ്ചത്തെയും വിസ്മരിക്കുന്നു. വൃന്ദാവന റാണിയുടെ വിരഹ നൊമ്പരം കർമ്മജന്യമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുക സാധ്യമേയല്ല. രാധാഭാവത്തെ പരാമർശിച്ചുകൊണ്ടായിരിക്കണം വാക്കുകൾ പെട്ടെന്ന് നിലച്ചു. അനന്തതയിൽ ഉറപ്പിച്ച ദൃഷ്ടികളുമായി അമ്മ നിശ്ചലയായിരുന്നു. എന്നാൽ കൺപോളകൾ അടഞ്ഞിരുന്നില്ല. കൈകൾ കൂപ്പി മനസ്സാ സ്തുതിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ മുൻപിൽ തന്നെ ഇരുന്നു. ശതാബ്ദങ്ങളും സഹസ്രാബ്ദങ്ങളും കടന്ന് ദ്വാപരയുഗത്തിൽ അവതാരം പൂണ്ട ശ്രീകൃഷ്ണ പ്രേമത്തിൻ്റെ മൂർത്തിമത് ഭാവമായ രാധയുടെ അടുക്കലേക്ക് അമ്മയുടെ ചിന്ത പറന്നെത്തി കാണുമോ? കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ദൃഷ്ടി എന്നിൽ പതിഞ്ഞു. സ്മരണകൾ അയവിറക്കിക്കൊണ്ട് അമ്മ തുടർന്നു. വർഷങ്ങൾക്ക് മുമ്പ് അമ്മയും ഭഗവാനും തലശ്ശേരിയിലായിരുന്നപ്പോൾ അവിടുത്തെ ഭക്തജനങ്ങൾ അമ്മയിൽ രാധയുടെയും കൃഷ്ണൻ്റെയും ഭാവങ്ങൾ മാറി മാറി വരുന്നത് ശ്രദ്ധിച്ചിരുന്നു. നിത്യേന എന്നോണം ഭജനരംഗങ്ങളിൽ കണ്ടുവന്നിരുന്നതുകൊണ്ട് അവർക്ക് അത്തരം ഭാവങ്ങളെ ശരിക്കും തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നു. സമാധിയിൽ നിന്ന് ബാഹ്യപ്രജ്ഞയിലേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് ഭാവങ്ങളുടെയും ലീലകളുടെയും വർണ്ണന അമ്മ കേൾക്കും. അല്ലാതെ അമ്മയിൽ വന്നതായ ആ ദിവ്യഭാവങ്ങളെപ്പറ്റി അമ്മ എങ്ങനെയാണ് മനസ്സിലാക്കുക? അറിവ് മാത്രമായി നിൽക്കുമ്പോൾ അറിയുക എന്ന ക്രിയ ഇല്ലല്ലോ. പിന്നെ ഒരു കാര്യം, അറിയണം എന്ന് അമ്മയ്ക്ക് തോന്നിയാൽ എന്തും എപ്പോഴും അറിയാം. അത് ഈശ്വര മഹിമ, സിദ്ധിവിശേഷമല്ല, ഈശ്വര മഹിമ. ശ്രീകൃഷ്ണ ഭാവം ഭജനവേളകളിൽ പലപ്പോഴും വരും. എന്നാൽ രാധയുടെ ഭാവം അമ്മ ഈ പ്രപഞ്ചബോധത്തിലുള്ളപ്പോൾ തന്നെ വന്നെന്നു വരും. ഇത് ഭക്തജനങ്ങൾക്കറിയില്ലല്ലോ. ഒരു ഭാവത്തെ തിരിച്ചറിയുന്നത് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന ചില മുദ്രകളുടെയും മറ്റു വേറെ ചില അടയാളങ്ങളുടെയും സഹായത്തോടെയാണല്ലോ. എന്നാൽ ഈ വക ഒരടയാളവും അമ്മ സാധാരണ പ്രജ്ഞാസ്ഥിതിയിലുള്ളപ്പോൾ കാണപ്പെടുകയില്ല. അതിനാൽ ഇത്തരം പ്രജ്ഞാസ്ഥിതിയിൽ അമ്മയുടെ രാധാഭാവം എങ്ങനെയാണ് ഭക്തന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിയുക? ഒരിക്കൽ ഒരു സംഭവമുണ്ടായി. അമ്മയ്ക്ക് കലശലായ പനി. രാധാഭാവം അമ്മയിൽ ആവേശിച്ച സമയമായിരുന്നു. ഒരു പ്രായം ചെന്ന സ്ത്രീ അമ്മയുടെ മുറിയിലേക്ക് കടന്നു വന്നു. പലപ്പോഴും വരാറുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അവർ അമ്മയോട് വലിയ സ്വാതന്ത്ര്യം എടുത്തിരുന്നു. അമ്മ പകൽ സമയത്ത് കിടക്കുക പതിവില്ല. എന്നാൽ അന്നത്തെ ദിവസം പനി ബാധിച്ചതിനാൽ അമ്മ വിശ്രമിക്കുന്നത് കണ്ട് ആ സ്ത്രീ അരികിൽ വന്ന് എൻ്റെ ശരീരത്തെ ഒന്ന് സ്പർശിച്ചു. ഓ, പൊള്ളുന്ന പനിയുണ്ടല്ലോ, മരുന്നൊന്നും കഴിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ശരീരത്തെ ഒന്ന് തലോടി. സ്പർശമേറ്റ ഉടനെ ഞാൻ വേദന കൊണ്ട് പുളഞ്ഞു എന്ന് തന്നെ പറയാം. ഒരു അഗ്നികുണ്ഡത്തിലേക്ക് പതിച്ചതുപോലുള്ള അനുഭവം. സ്ത്രീകൾ അമ്മയുടെ ശരീരം സ്പർശിച്ച് നിർവൃതിയടയുന്ന കാലമായിരുന്നു അത്. മാത്രമല്ല, പ്രേമാധിക്യത്താൽ അമ്മ അവരെ ആലിംഗനം കൂടി ചെയ്യുമായിരുന്നു. ഇത് കണ്ട അന്നത്തെ പുരുഷന്മാരിൽ ചിലർ പറയുമായിരുന്നു, ഈ സ്ത്രീകൾ എത്ര ഭാഗ്യവതികളാണ്, ഇവർക്ക് ദിവ്യസ്പർശവും ദിവ്യ ആലിംഗനവും ലഭിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ പുരുഷന്മാരായതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ ഭാഗ്യം നിഷേധിക്കപ്പെട്ടത്. ശങ്കരാചാര്യർ പുരുഷജന്മത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. ഇക്കാലത്ത് അദ്ദേഹം വീണ്ടും അവതരിക്കുകയാണെങ്കിൽ തൻ്റെ അഭിപ്രായം മാറ്റി സ്ത്രീജന്മത്തെ പുകഴ്ത്തും. ഈശ്വരൻ്റെ സൗലഭ്യത
സ്ത്രീകളായ ഭക്തജനങ്ങൾക്ക് നിർലോഭം കിട്ടിയിരുന്നു എന്നത് സത്യം. എന്നാൽ രാധാഭാവം അമ്മയിൽ വരുമ്പോൾ സ്പർശം മാത്രമല്ല, ആരെങ്കിലും അടുത്തു വരുമ്പോൾ തന്നെ ആ സാമീപ്യം അസഹ്യമായി തോന്നിയിരുന്നു. അമ്മ തുടർന്നു, അസഹ്യമായ വേദന അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ മനസ്സിൽ പറഞ്ഞു, എൻ്റെ സ്പർശം കുട്ടികൾക്ക് ഇത്ര സാന്ത്വനവും ആനന്ദവും നൽകുന്നുവെങ്കിൽ ഈ അഗ്നിയിൽ ഞാൻ കിടന്നുകൊള്ളാം. ഈ ഭാവം ഉദിച്ച ഉടനെ എന്നിൽ നിന്നും ഒരു മഹാ തേജസ് പുറത്തേക്ക് വന്നു. ആ തേജസ്സിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ രൂപം വ്യക്തമായി ഞാൻ കണ്ടു. നയനങ്ങളിൽ നിന്നും അശ്രുക്കൾ പ്രവഹിക്കുന്നു. കൈകൾ കൂപ്പിക്കൊണ്ട് അത്യന്ത പ്രേമവായ്പോടെ ഒരു അപേക്ഷാസ്വരത്തിൽ അദ്ദേഹം പറയുകയാണ്, അമ്മേ, ഇത് എനിക്ക് സഹിക്കുവാൻ സാധ്യമല്ല. ഇനി ഈ സ്പർശം അമ്മ അനുവദിക്കരുത്. ഞാൻ ഭൂതലത്തിൽ ശരീരം ധരിച്ചു വന്നപ്പോൾ ശുദ്ധാത്മാക്കളായ കുട്ടികളിൽ ഒരു കറുത്ത വികാരം പിടികൂടിയത് കണ്ടാൽ അവരുടെ സ്പർശമോ സാമീപ്യമോ എനിക്ക് പറ്റുകയില്ലായിരുന്നു. ലൗകികമായ ഈ സ്ത്രീകളുടെ സ്പർശം അമ്മ എങ്ങനെയാണ് സഹിക്കുന്നത്? ഇത് ഉടനെ നിർത്തണം. രൂപം പ്രകാശത്തിൽ അപ്രത്യക്ഷമായി. പ്രകാശം ഇവിടെ സ്വശരീരത്തെ ചൂണ്ടിക്കാട്ടുന്നു. ലയിച്ചു. ഈ സംഭവം ഞാൻ ഭഗവാനോടുകൂടി പറഞ്ഞിട്ടില്ല. എന്തോ നിനക്കിതെല്ലാം കേൾക്കുവാനുള്ള ഭാഗ്യം ദേവി കനിഞ്ഞനുഗ്രഹിച്ചു. അത്ഭുതം എന്നേ പറയേണ്ടു. അമ്മ പറയാതെ തന്നെ താമസിയാതെ സ്പർശം നിന്നു. അമ്മേ, ശ്രീരാമകൃഷ്ണദേവൻ ഏതു ഭാഷയിലാണ് അമ്മയോട് സംസാരിച്ചത്? ഞാൻ ഇടയിൽ കയറി ചോദിച്ചു. ഞങ്ങളുടെ ഭാഷയിൽ, കൊങ്ങിണിയിൽ. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയ്ക്കൊന്നും തോന്നരുതേ, എൻ്റെ ഒരു സംശയം. ഞാൻ പറഞ്ഞു, പരമഹംസരുടെ മാതൃഭാഷ ബംഗാളിയായിരുന്നു. കൊങ്കിണി ഭാഷ അദ്ദേഹത്തിന് ഒട്ടും അറിവുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം കൊങ്കിണിയിൽ സംസാരിച്ചു? നല്ല ചോദ്യം, വിചിത്രമായ സംശയം. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പരിമിതികൾ വ്യക്തികളിൽ മാത്രമേയുള്ളൂ, ശക്തിയിലില്ല. ഈശ്വര ശക്തി തന്നെയാണ് ശ്രീരാമകൃഷ്ണൻ സ്വരൂപത്തിൽ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ശക്തിക്ക് എന്താണ് അറിഞ്ഞുകൂടാത്തത്? എൻ്റെ ചോദ്യം എത്ര ബാലിശമായി പോയി എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു അത്. രാധാഭാവത്തിൽ അമ്മ തുടർന്നു. ഈ ഭൂമിയിൽ നിൽക്കാൻ പോലും സാധ്യമല്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഭാവം വിശുദ്ധിയുടെ പാരമ്യമാണ്. ബ്രഹ്മം പോലെ പരിശുദ്ധം എന്നു തന്നെ പറയാം. ഇടതൂർന്ന ആനന്ദം വ്യാപിച്ചിട്ടുള്ള ഹൃദയ നൊമ്പരമാണ് രാധ അനുഭവിച്ചതായ ശ്രീകൃഷ്ണ വിരഹം. ഈശ്വരാവതാരങ്ങൾക്ക് മാത്രമേ ഈ വിരഹ ദുഃഖം ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.